ഹോണ്ടയുടെ SUV എടുത്തു കഴിഞ്ഞാൽ സർവീസ് കോസ്റ്റ് കയ്യിൽ ഒതുങ്ങുമോ എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പലരും ചിന്തിക്കാറുണ്ട്. അല്ല, ഇത് പെർഫോമൻസിൽ നമ്മൾ നോക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് എപ്പോഴും ഈ പവറിൻ്റെ കാര്യത്തിനകത്ത് ഇതിനകത്ത് ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ട്. ശരിക്കും സേഫ്റ്റി ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സേഫ്റ്റി ഫീച്ചർ അതാണല്ലോ. തീരെ മൈലേജ് കുറവാണെന്ന് ആൾക്കാർ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രൈസ് ഫോർ വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ഹോണ്ട എലിവേറ്റ് ഇന്ത്യക്കാരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഓട്ടോമോട്ടീവ് ബ്രാൻഡിൻ്റെ ഒരു ലേറ്റസ്റ്റ് SUV മോഡൽ. ഈ ബ്രാൻഡിൻ്റെ തന്നെ ഒരു ലേറ്റസ്റ്റ് കോമ്പാക്ട് സെഡാൻ മോഡൽ റീസെൻ്റ്ലി ലോഞ്ച് ആയിരുന്നു നമ്മുടെ ഹോണ്ട അമേസിൻ്റെ ഫേസ് ലിഫ്റ്റ്, അതായത് 3rd ജനറേഷൻ. അപ്പം ഹോണ്ട എലിവേറ്റിൻ്റെ ഒരു ലോങ് ടേം എക്സ്പീരിയൻസ് എടുക്കാനുള്ള സമയമായിട്ടുണ്ട് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഒരു ലോങ് ടേം എക്സ്പീരിയൻസ് ആയിട്ട് വന്നത്. നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നു. പക്ഷേ ഇതൊരു 20,000 കിലോമീറ്റേഴ്സ് ആയിട്ടുള്ള ഹോണ്ട എലിവേറ്റ് ആണ്. അപ്പം ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസിലേക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പോകുന്നത്. സോ എലിവേറ്റിനെ പറ്റി എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ക്രെറ്റയുടെ ഒക്കെ കാറ്റഗറിയിൽ കൂട്ടാൻ സാധിക്കുന്ന ഒരു SUV കാറ്റഗറിയിൽ കൂട്ടാൻ സാധിക്കുന്ന ഹോണ്ടയുടെ കുറേ നാൾക്ക് ശേഷം ഹോണ്ട അവതരിപ്പിക്കുന്ന ഒരു SUV മോഡലാണ് ഹോണ്ട എലിവേറ്റ് എന്നത്. ഒരു CVT ഓട്ടോമാറ്റിക് ആൻഡ് 6 സ്പീഡ് മാനുവൽ വേരിയൻ്റ് ഉള്ള നമ്മുടെ ഹോണ്ട സിറ്റിയുടെ സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു SUV മോഡലാണ് ഹോണ്ട എലിവേറ്റ്. അധികമായിട്ട് വണ്ടിയെപ്പറ്റി പറയുന്നതിൽ നല്ലത് ഇതിൻ്റെ യൂസർ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ യൂസറിനെ നിങ്ങൾക്ക് പരിചയമുണ്ടാവാം. നമ്മുടെ റീസെൻ്റ്ലി ഉള്ള നമ്മുടെ സിട്രോൺ C3 എയർക്രോസിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു മുഖം തന്നെയായിരിക്കും. അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് C3 എയർക്രോസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പലർക്കും ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആയിരുന്നത്. സോ ആ ഓണറുടെ തന്നെ മറ്റൊരു വണ്ടിയുമായിട്ട് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ ഇതാണ് ഓണർ. വീണ്ടും വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ C3 എയർക്രോസിന്റെ വീഡിയോ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അതെ, കമന്റ്സ് ഒക്കെ ആളുകൾ നല്ല രീതിയിൽ കമന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അഭിപ്രായം പറയരുതോ? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് സർക്കിളിലും. അതേപോലെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കമന്റ് ബോക്സിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് പേര് അതിനകത്ത് കമന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്തി, ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടാവും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പരിചയം. എൻ്റെ പേര് ഷിബു ദിവാകരൻ. ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ ഉള്ള പ്രോഗ്രാം എന്താ ചെയ്തതെന്ന് വെച്ചാൽ C3 എയർക്രോസിൻ്റെ ഒരു 1 ഇയർ കംപ്ലീറ്റ് ആയി 10,000 കംപ്ലീറ്റ് ആയ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ അന്ന് ചെയ്തിരുന്നത്. ഇത് ശരിക്കും ഞാനും വൈഫും മാറി മാറി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. വൈഫാണ് ഇത് കൂടുതൽ ടൈം യൂസ് ചെയ്യുന്നത്. എന്നാലും ശരിക്കും ഞാൻ തന്നെ ഇത് പറയണമെന്നുള്ളത് അന്നത്തെ വീഡിയോയിൽ അതുപോലെ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലെല്ലാം പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. സോ നമുക്ക് അധികം ലേറ്റ് ആക്കാതെ എലിവേറ്റിന്റെ റിവ്യൂയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു C3 എയർക്രോസ് വാങ്ങി. അതിനോടൊപ്പം ഒരേ സമയത്താണ് ഏകദേശം വാങ്ങുന്നത്. ഒരു മാസത്തെ ഗ്യാപ്പ്. എന്തുകൊണ്ട് എലിവേറ്റ് അതിനോടൊപ്പം വാങ്ങി? ശരിക്കും ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടി ഹോണ്ടയുടെ തന്നെ BRV ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, BRV യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹോണ്ട ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വെഹിക്കിളായിരുന്നു. പിന്നെ ഈ വണ്ടി BRV ഞാൻ കോയമ്പത്തൂർ സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എലിവേറ്റ് ലോഞ്ച് ആകുന്നത്. അപ്പോൾ എലിവേറ്റ് ലോഞ്ച് ആകുന്ന സമയത്ത് ഞാൻ ആ വണ്ടിയുടെ പിന്നെ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ അന്ന് അവിടെ വന്നു, കോയമ്പത്തൂർ വന്നു. ഞാൻ ആ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ ഞാൻ ഫസ്റ്റ് കോയമ്പത്തൂർ വെച്ചാണ് ഓടിക്കുന്നത്. ഓടിച്ചിട്ട് ഞാൻ വൈഫിനോട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ വൈഫ് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പത്തനംതിട്ട ഹോണ്ടയുടെ വിഷൻ ഹോട്ടലിൽ പോയിട്ട് ഞാൻ വണ്ടി നോക്കുന്നത്. ശരിക്കും അന്ന് ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ അതും കഴിഞ്ഞ് ഏകദേശം ഒരു 15-20 ഡേയ്സ് കഴിഞ്ഞാണ് ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ വന്നത്. വന്നതിന് ശേഷം ഞാൻ പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കളറിന്റെ ഒരു പ്രോബ്ലം വന്നു. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലൂ കളർ വണ്ടി അന്ന് അവൈലബിൾ അല്ല. അതെ. അപ്പോൾ അവരെ ഓപ്ഷൻ എനിക്ക് വൈറ്റ് കളറും വേറെ ഒരു കളറും ഒക്കെ എനിക്ക് ഓപ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാനത് വൈഫ് പിന്നെ അഡമൻ്റായിട്ട് നിന്ന് എനിക്ക് ഈ കളർ തന്നെ മതി എന്ന് പറഞ്ഞ് ഇരുന്നു. ഫൈനലി ഒരാൾ ഓർഡർ ചെയ്ത ഈ സാധനം ക്യാൻസലായി. അതെ. അങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ വണ്ടി കിട്ടിയത്. ശരിക്കും ഒരു 20 ഡേയ്സിനകത്ത് എനിക്ക് വണ്ടി കിട്ടി അന്ന്. അത് ആ ഒരു കാര്യത്തിനകത്ത് എനിക്ക് അവരെ അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ. വളരെ പെട്ടെന്ന് കിട്ടും. അപ്പം വൈഫിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പം ഓട്ടോമാറ്റിക് വേണം. ഇത് മാനുവൽ വേരിയന്റ് ആണ് കേട്ടോ. അതെ, അപ്പം മാനുവൽ വേരിയന്റ് മതി. ഓക്കെ ആയിരുന്നു. അതെ, അല്ല പുള്ളിക്കാരിക്ക് ഓട്ടോമാറ്റിക് ഇഷ്ടമല്ല, മാനുവൽ വേരിയന്റ് ആണ് എപ്പോഴും ഇഷ്ടം. അതെ. ഓക്കെ. അപ്പം ഇത് അന്ന് എടുത്തപ്പോൾ ഓൺ റോഡ് എത്രയായിരുന്നു പ്രൈസ്? ശരിക്കും ഇത് ഏറ്റവും ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെയുള്ള വെർഷനാണ്. ഇത് അന്ന് എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഓൺ റോഡ് പ്രൈസ് വന്നപ്പോഴത്തേക്ക് ഏകദേശം 90,000, അതായത് 19 ലക്ഷത്തിന് തൊട്ട് താഴെ അടുത്തോട്ട് വന്നു. അപ്പോൾ ആ ഒരു പ്രൈസിന് കിട്ടാവുന്ന സെൽറ്റോസുകളും ക്രെറ്റാസും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കിയിരുന്നു അന്ന്? അതോ അല്ല, ഞാൻ എല്ലാ രീതിയിലും കമ്പാരിസൺ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വണ്ടി എടുക്കാനുള്ള കാരണം. പിന്നെ പൊതുവായിട്ടുള്ള ഹോണ്ടയുടെ ഒരു ജെനുവിനിറ്റി പറ്റി എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഷെൽറ്റോസ് എനിക്ക് അത്രത്തോളം കിയോയുടെ അത്രത്തോളം ഒരു താല്പര്യം കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞു പിന്നെ ഹൈ റൈഡർ ഒരു റേഞ്ച് വരെ നോക്കിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇത്
മനസ്സിലൊന്ന് പതിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇത് മാറ്റിയെടുത്തതിൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ എലിവേറ്റ് എടുക്കുന്ന കുറച്ച് പേര് ചോദിക്കാറുണ്ട് നല്ല വണ്ടിയാണോ, ലുക്ക് വൈസ് എല്ലാം നല്ലൊരു തലയെടുപ്പുള്ള വണ്ടി, നല്ലൊരു ഫ്രണ്ടിലെ ആ ഒരു ഗ്രില്ലിൻ്റെ സൈസൊക്കെ വെച്ച് നല്ലൊരു വണ്ടി, അല്ലാതെ പെർഫോമൻസ് വൈസ് എങ്ങനെ ഉണ്ടെന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത്. കാരണം പെർഫോമൻസ് വലിയ രീതിയിൽ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടോ, അതോ നമുക്ക് ഓക്കെ ആയിട്ടുള്ള പെർഫോമൻസ് ഇത് തരാറുണ്ടോ? അല്ല, ഇത് പെർഫോമൻസിൽ നമ്മൾ നോക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് എപ്പോഴും ഈ പവറിൻ്റെ കാര്യത്തിനകത്ത് ഇതിനകത്ത് ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ട് ഈ വണ്ടിക്കകത്തുണ്ട്. പിന്നെ പവറിൻ്റെ കാര്യത്തിനകത്ത്, പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിനകത്ത് ഇത് 100% ഓക്കെയാണ്. കാരണം നമുക്ക് ബോണറ്റിൻ്റെ ലെങ്ത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും സേഫ്റ്റിക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് ചെയ്തിരിക്കുന്നത്. നമ്മൾ വണ്ടിക്കകത്തിരിക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു 1.5 മീറ്റർ ഫ്രണ്ട് നമുക്ക് ബോണറ്റ് കിടപ്പുണ്ട് അല്ലേ. അത് തന്നെ നമുക്കൊരു സേഫ്റ്റിയുടെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് ആണ്. ആ ഒരു കാര്യത്തിനകത്ത് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ പവറിൻ്റെ കാര്യത്തിനകത്ത് എനിക്ക് കുറച്ച് കൺസേൺ ഉണ്ട്. പിന്നെ വണ്ടി നല്ല സ്ട്രോങ് ആണ്, അതിനകത്ത് യാതൊരു ഒരു ഡൗട്ടും ഇല്ല. വണ്ടി വളരെ സ്ട്രോങ് ആണ്. നമ്മളൊരു ഡോറ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വണ്ടി എത്രമാത്രം സ്ട്രോങ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. അത് നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ല. ശരിക്കും എനിക്ക് തോന്നുന്നു അത്രയും സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ മൈലേജ് വൈസ് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് കുറവുണ്ട്. 13-14 നമുക്ക് നോർമലി ഇവിടെ കിട്ടുന്നത്. കുറച്ച് ലോങ് പോകുമ്പോഴത്തേക്ക് ഒരു 15-16 വരെ കിട്ടുന്നുണ്ട്. അപ്പം വണ്ടി എടുക്കാൻ നേരത്തെ പ്രിഫറൻസ് എന്തായിരുന്നു? എങ്ങനെയുള്ള വണ്ടി? ലോങ് പോകാനുള്ള ഉപയോഗത്തിനാണോ, അതോ ഡെയിലി യൂസുള്ള ഉപയോഗത്തിനാണോ, ഫാമിലി യൂസുള്ള ഉപയോഗത്തിന് എന്തായിരുന്നു പർപ്പസ്? അല്ല, ഞാൻ ശരിക്കും എന്താ മുന്നിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസാണ് ഓടിക്കുന്നത്. അപ്പോൾ സേഫ്റ്റിയാണ് ഞാൻ ഫസ്റ്റ് നോക്കിയ കാര്യം. സേഫ്റ്റിയാണ് ഫസ്റ്റ് നോക്കിയത്. പിന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ നോക്കിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഓട്ടം എല്ലാം വളരെ നിയർ ബൈ ഉള്ള ഓട്ടം. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഓട്ടമേ ഉള്ളൂ. പക്ഷേ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഇതായിരിക്കും കുറച്ച് കൺവീനിയൻ്റ് എന്ന് തോന്നി. ഇതെല്ലാകുമ്പോഴത്തേക്ക് മാത്രമല്ല, ഇതിനകത്ത് ലെഗ് സ്പേസും ബാക്കിയെല്ലാം കുറച്ച് നമ്മൾ സിറ്റ് ഓൺ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് നല്ല കൂടുതലുണ്ട് ഇതിനകത്ത്. ബാക്ക് സീറ്റിൽ നമുക്ക് സുഖമായിട്ട് 4 പേർക്ക് തന്നെ ഇരിക്കാൻ പറ്റും. അത്രയും നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫാമിലി ആയിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്ക് യൂസ് ചെയ്യുന്നത് ഇതാണ് യൂസ് ചെയ്യുന്നത്. സിട്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 4 പേർക്കൊക്കെ പോകാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ, 5 പേർക്ക് വരുവാണെങ്കിലും പോകാം. ഒരു 6 പേർക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫാമിലി ആയിട്ട് ലോങ് ഡ്രൈവ് പോയത് ഇവിടെ വരെയാണ്? ഇപ്പൊ അടുത്തായിട്ട് നമ്മൾ പോയിട്ടുള്ളത് ഗുരുവായൂർ പോയിട്ടുള്ളൂ. പിന്നെ അത്രേ ഓടിയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ കോയമ്പത്തൂർ കൊണ്ടുപോയിട്ടുണ്ട്. കോയമ്പത്തൂർ 2 പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട്. അതിനകത്തൊക്കെ കിട്ടിയ മൈലേജോ? അത് 17-18 കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ മൈലേജ് കിട്ടാൻ 17-18 കിട്ടുന്നുണ്ട്. തീരെ മൈലേജ് കുറവാണെന്ന് ആൾക്കാർ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ശരി, അങ്കമാലി ടു നമ്മൾ ആ 4 ലൈൻ റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് 17-18 കിട്ടും. ഒരു ഡൗട്ടും ഇല്ല. അതുപോലെ ഓവർടേക്കിങ്ങിനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഓവർടേക്കിങ്ങിലുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ സിട്രോൺ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ 50-ലേ നിൽക്കത്തുള്ളൂ. ശരിക്കും അതൊരു നമുക്കൊരു മടിക്കും. നമ്മൾ എല്ലാത്തിനും സെക്കൻഡ് ഗിയർ മാറിയിട്ടേ നമുക്ക് അത്രയും ഒരു ഓവർടേക്കിന് ശ്രമിക്കാൻ പറ്റും. ഇത് മാനുവൽ ആയിട്ടും ബുദ്ധിമുട്ട് തോന്നുന്നു. മറ്റേ CVT ആണെങ്കിൽ പറയാം അരച്ച് നിൽക്കുന്നു, റബ്ബർ ബാൻഡ് എഫക്ട് എന്നൊക്കെ പറയാം. പക്ഷേ മാനുവൽ ആയിട്ടും ചെറിയൊരു പെർഫോമൻസിന്റെ ഇതുണ്ടല്ലേ? അതെ. ഓക്കെ, അപ്പം അല്ലാതെ യാത്രാ സുഖം എങ്ങനെയുണ്ട്? യാത്രാ സുഖം 100% നല്ല കംഫർട്ട് ആയിട്ടുള്ള ജേണിയാണ്. നമുക്ക് ചില വണ്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവേഴ്സ് വെഹിക്കിൾ എന്ന് പറയും. ഇത് ഡ്രൈവേഴ്സ് വെഹിക്കിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബാക്കിൽ ഇരിക്കുന്നവർക്ക് ശരിക്കും ഒരു കുഷ്യൻ എഫക്ട് കിട്ടുന്ന രീതിയിലുള്ള സീറ്റിംഗ് ആണ് അറേഞ്ച്മെന്റ് അതിനകത്തുള്ളത്. ആ കാര്യത്തിനകത്തൊക്കെ കംഫർട്ടാണ്. അപ്പോൾ ഈ ചുരുക്കം കുറച്ച് ചോദ്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയുള്ളവരാണ് ഈ വണ്ടിയിലോട്ട് പോകേണ്ടതെന്നുള്ളത്, എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉള്ളവരായിരിക്കും ഇത് എടുക്കേണ്ടതെന്നുള്ളത് ഇപ്പം തന്നെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ചുകൂടെ ആധികാരികമായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, സോ ടെയിൽ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് വരുന്നു. ഇപ്പോഴത്തെ എല്ലാ വണ്ടികളിലും കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണല്ലോ അല്ലേ? അതെ. എങ്ങനെ തോന്നുന്നു ഇതിന്റെ ഡിസൈൻ വൈസ് ഒരു അഭിപ്രായം എന്ത് പറയാൻ തോന്നുന്നു? അല്ല, ഡിസൈൻ വൈസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മോഡലാണ്. കാരണം ഇതിന്റെ ടെയിൽ ലാംപ്സ് ആണെങ്കിലും ശരി, റിവേഴ്സ് ആണെന്നുണ്ടെങ്കിലും ശരി, വളരെ പ്രോംപ്റ്റായിട്ട് അലൈൻ ചെയ്തിരിക്കുന്ന സാധനമാണ്. പിന്നെ ഇതിന്റെ ഡിക്കി ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. നല്ല വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു ഡിക്കി സ്പേസ് ഉള്ള വണ്ടിയാണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു SUV-യുടെ സെയിം ഫീലിംഗിൽ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ ഒരു ഇന്നോവ കൊണ്ടുപോകുമ്പോഴത്തേക്ക് എന്താ ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുണ്ടോ അതേ സെയിം ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതെ, അതിലെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പം ഹോണ്ടയുടെ സെയിം സിറ്റിയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ആണെങ്കിലും അതെ ഈ കാര്യത്തിന് അതെ. അത് കാര്യം ഞാൻ ഇത് കുറച്ച് കമ്പാരിസൺ എടുത്തതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി നമ്മൾ പ്രിഫർ ചെയ്തത്. കാര്യം പല സ്ഥലത്തും നമ്മൾ ഹോണ്ട സിറ്റി യൂസ് ചെയ്യുന്നവർ പലരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് അത്ര ഒരു പ്രോബ്ലം ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കുറച്ച് കമ്പാരിസൺ എടുത്തതിന് ശേഷം നമ്മൾ ഈ വണ്ടിയിലേക്ക് വന്നതിൻ്റെ കാരണം. ഓക്കെ, അപ്പം ടോപ്പ് വേരിയന്റിലോട്ട് എന്തുകൊണ്ട് പോയില്ല? അതിൽ അഡാസ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ല, ഉണ്ട്. പക്ഷേ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇതിനേക്കാളും ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെ ഡിഫറൻസ് അതിനകത്ത് വരുന്നുണ്ട്. 20 വരുമല്ലേ? അതെ, വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിനും വേണ്ടിയുള്ള ഒരു ഫീച്ചേഴ്സ് അതിനുണ്ടോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് തോന്നി. യൂസ് ചെയ്യുന്ന അതെ. ഓക്കെ,
അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. അതെ. ഓക്കെ, അപ്പം ഇതിപ്പോൾ 20,000 ആയി. അതെ, ഒരു വർഷം. അതെ, ഒരു വർഷം 2 മാസമായി, 3 മാസമായി. ഒരു വർഷം കൊണ്ട് 20,000 ആയി. അധികം ഓട്ടോ ഇല്ലെന്ന് പറഞ്ഞ എന്നിട്ടാണ് ഇത്രയും. മറ്റേ വണ്ടി ഇതുപോലെ തന്നെ ഓടുന്നുണ്ട്. അപ്പം ആ സർവീസിന്റെ ഒരു എക്സ്പീരിയൻസ് അറിയണം. നാട്ടിൽ ഇവിടെയാണോ സർവീസ് ചെയ്യുന്നത്, അതോ കോയമ്പത്തൂർ പോകുമ്പോഴാണോ സർവീസ് ചെയ്യുന്നത്? അല്ല, ഇപ്പം നാട്ടിലാണ്. ഇപ്പം ഞാൻ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നു. ചെയ്യുന്നതെല്ലാം വിഷൻ ഹോണ്ട പത്തനംതിട്ടയാണ് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർവീസ് ഫസ്റ്റ് സർവീസ് നമുക്ക് ലേബർ ഫ്രീ ആയിരുന്നു. ഇപ്പോൾ ഇനി സെക്കൻഡ് സർവീസും ലേബർ ഫ്രീ ആണ്. എന്തെങ്കിലും റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിന്റെ വാല്യൂ വരുന്നത്. കഴിഞ്ഞ സർവീസ് ലാസ്റ്റ് സർവീസ് ചെയ്തപ്പോൾ എനിക്ക് ആൾമോസ്റ്റ് 6,700 സംതിങ് ആണ് ആയത്. ലാസ്റ്റ് സർവീസ് 10,000. ഇനിയിപ്പോൾ അടുത്ത 20,000 സർവീസ് ഇപ്പോൾ ആയി. അടുത്ത നെക്സ്റ്റ് വീക്കിൽ ചെയ്യണം. അത് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ലേബർ ഫ്രീ ആണ്. വേറെ ഒന്നും മേജർ ഉള്ള സംഭവങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 10,000 താഴെ വരത്തുള്ളൂ സർവീസ് കോസ്റ്റ് വരുള്ളൂ. അപ്പം ഹോണ്ടയുടെ SUV എടുത്തു കഴിഞ്ഞാൽ സർവീസ് കോസ്റ്റ് കയ്യിൽ ഒതുങ്ങുമോ എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പലരും ചിന്തിക്കാറുണ്ട്. അതെ, ഒരു 10, അതായത് ഒരു 7-8 താഴെ എന്തായാലും നിൽക്കും. അതെ അല്ലേ? അതെ. ഓക്കെ, പിന്നെ ഇതെടുത്തതിന്റെ ഒരു ഉദ്ദേശം റിലയബിലിറ്റി കൂടെ ആണല്ലോ. കുറേ വർഷം ഉപയോഗിക്കാനുള്ള ഉദ്ദേശത്തിലാണോ? ലോങ് ടൈം ഉദ്ദേശം തന്നെ എടുത്തിരിക്കുന്നത്. ഒരു 4-5 വർഷം ഉപയോഗിച്ചിട്ട് മാറ്റണം എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല. അല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിലെല്ലാം ഇത് സ്കോർ ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് വണ്ടിയുടെ ഇന്റീരിയറിലോട്ട് കയറി ഉള്ള ഫീച്ചേഴ്സുകളൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇത്രയും നേരം വെളിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇന്റീരിയറിലോട്ട് കയറി. ഇതാണ് എലിവേറ്റിന്റെ ഇന്റീരിയർ. ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ലൊരു SUV ഫീൽ ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ? എങ്ങനെ തോന്നി മൊത്തത്തിലുള്ള അഭിപ്രായം? ഇപ്പൊ എനിക്ക് മെയിൻലി അറിയേണ്ടത് ഒരു 18.9, അതായത് 19 lakhsോളം ആയി. വണ്ടിയുടെ ഇന്റീരിയർ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ല, ശരിക്കും എനിക്ക് പ്രൈസ് ഫോർ വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നി. കാര്യം ഈ വണ്ടിയെല്ലാം ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 17.5 ഇതേ ഫീച്ചേഴ്സിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. പക്ഷേ കോസ്റ്റ് വൈസ് കുറച്ച് കൂടി പോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്കും അതാ കുറച്ച് ഓവർ പ്രൈസ്ഡ് അല്ലേ എന്ന് തോന്നിയത്. പിന്നെ എനിക്കൊന്നും ബ്രാൻഡ് വാല്യൂവിന് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അതങ്ങനെ ഒരു ചെയ്യാൻ സാധ്യത. ഇതിനകത്ത് കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. കുറച്ച് അട്രാക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. എന്താണ് കുറച്ച് അട്രാക്ട് ചെയ്ത ഫീച്ചേഴ്സ്? സൺറൂഫ് ഒക്കെ ഉണ്ട്. അതെ, സൺറൂഫ് ഉണ്ട്. മാത്രമല്ല ഇതിന്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ സിസ്റ്റം കുറച്ച് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ സിട്രോൺ വെച്ച് നോക്കുമ്പോൾ സിട്രോണിന് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഹാഫ് പോലും ഇല്ല. സിട്രോൺ ഈ ഒരു കാര്യത്തിനകത്ത് സിട്രോണിന്റെ ഡിജിറ്റൽ സിസ്റ്റം എല്ലാം മോശമാണ്. പക്ഷെ ഇതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ ഫീച്ചേഴ്സും നമുക്ക് പിന്നെ ബ്ലൂടൂത്ത് ആണെങ്കിലും ശരി, വൈഫൈ ആണെങ്കിലും ശരി, കോൾസ് ആണെങ്കിലും ശരി, പിന്നെ ആൻഡ്രോയിഡ് ആട്ടോ ആണെങ്കിലും ശരി, ഇതെല്ലാം നല്ല രീതിയിൽ അവർ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഇത് എന്റെ മൊബൈലിലല്ല കണക്റ്റഡ്, ശരിക്കും പുള്ളിക്കാരുടെ മൊബൈലിലാണ് കണക്റ്റഡ്. ലാഗോ അങ്ങനെ ബഗ് ഇഷ്യൂസോ അങ്ങനെയുള്ള ഒന്നുമില്ല. പിന്നെ MID ഡിജിറ്റൽ അനലോഗ് അല്ല. അതിനെ പറ്റി എന്ത് തോന്നുന്നു? അതാ ഞാൻ പറഞ്ഞത്, ഇത്ര ഈ കോസ്റ്റ് വാങ്ങിയതിന് ശേഷം അത് ഡിജിറ്റൽ ആകാത്തതിന്റെ ഒക്കെ ഉള്ളൊരു പ്രശ്നങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതെല്ലാം ഡിജിറ്റൽ ആക്കാമായിരുന്നു. അത് മാത്രമല്ല ഡിസ്പ്ലേ സിസ്റ്റം, അതെ. അത് മാത്രമല്ല ഫ്യൂവലിന്റെ ഒക്കെ അതില്ലേ, അതൊക്കെ കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആക്കാമായിരുന്നു. ഇത് ഭയങ്കര ബേസിക് ആയി പോയി. മാത്രമല്ല ശരിക്കും അത് വ്യൂ അല്ല, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശരിക്കും അത് വ്യൂ പോലും ചെയ്യാൻ പറ്റത്തില്ല. കണ്ടില്ലേ? ശരിയായിട്ട് നമുക്ക് വ്യൂ പോലും ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എത്തി നോക്കണം. അതെ, ഇങ്ങനെ നോക്കിയാലേ കാണുള്ളൂ ഈ ഒരു ലൈൻസ് കാണണമെങ്കിൽ. ോ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കേണ്ടി വരും. ഓക്കെ, അതങ്ങനെ. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് ഇപ്പം ഓട്ടോമാറ്റിക് AC, മാക്സിമം കൂളിന്റെ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. AC കൂളിംഗ് AC എല്ലാം പക്കയാണ്. നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞ പോലെ ഫാൻ സ്പീഡൊക്കെ ഒരു 3 ഇട്ട് കഴിഞ്ഞ് 20 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ് ആണ് ഈ ഒരു ക്ലൈമറ്റിൽ. പിന്നെ വണ്ടി വന്ന് എടുക്കുന്ന സമയത്ത് മാത്രമുള്ള ആ ഒരു ഹോട്ട്, ആ ഒരു സമയത്ത് ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി മാത്രം ചിലപ്പോൾ ഒരു 5 ഇട്ട് നമ്മൾ ചെയ്യും. അതിനുശേഷം 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആവുകയും ചെയ്യും. റിയർ AC വന്നിട്ടുണ്ട് അതുപോലെ അല്ലേ? അതെ, റിയർ ACയുടെ കൂളിംഗ് ഒക്കെ അത് കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിലാണെങ്കിൽ ശരി, ബാക്കി ഇരിക്കുന്നവർക്ക് അത് ശരിയായ രീതിയിൽ പിന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, കൂളിംഗ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ താഴെ ഒരു വയർലെസ് ചാർജിംഗ് പോർട്ട്, വയർലെസ് ചാർജിംഗ് പോർട്ട് ഉണ്ട്. ഇത് മറ്റേ നമുക്ക് സിട്രോണിൽ നമുക്ക് വയർലെസ് ചാർജിംഗ് പോർട്ട് ഇല്ല. അത് കുറച്ചുകൂടെ ഡ്രൈവർ ബേസ്ഡ് വണ്ടിയാണ്. ഇത് കുറച്ചുകൂടെ ഫാമിലി വെഹിക്കിൾ ആണ്. അതെ. പിന്നെ നല്ല ലെഗ് സ്പേസ് ആണ്, കണ്ടില്ലേ? നല്ല ലെഗ് സ്പേസ് ആണ്, നമുക്ക് കംഫർട്ടായിട്ട് ഓടിക്കാൻ പറ്റും. ലേഡീസിനാണെങ്കിൽ പോലും നല്ല കംഫർട്ടായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റും. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്താണ്ടിരിക്കുന്നത്. ഇതൊന്നും ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ്. IRBM എല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ സൺറൂഫ് ഒക്കെ നോക്കിയിരുന്നോ, അതോ ആവശ്യമായെന്ന് പറഞ്ഞ് നോക്കിയതാണോ? അല്ല, സൺറൂഫ് വേണമെന്നോ ഇങ്ങനെ വീട്ടില് മോക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നോണ്ടാണ് നമ്മള് സൺറൂഫ് തന്നെ. മക്കൾക്ക് 2 പേർക്കും സൺറൂഫ് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു കോസ്റ്റ്, അഡീഷണൽ കോസ്റ്റ് ആണ്. ശരിക്കും
ഇതിനകത്ത് എനിക്ക് ഡിസഡ്വാൻറ്റേജ് തോന്നിയത് ഈ ഇവിടെ ഇരിക്കുന്ന ഒരാളിന് സൺറൂഫിലേക്ക് നമുക്ക് വെളിയിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല, ബാക്കിൽ ഇരിക്കുന്ന ആളിനും പറ്റില്ല. നമ്മൾ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് മാത്രമേ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വണ്ടി ഓടുമ്പോൾ അത് ഉപയോഗിക്കുകയും അല്ല, നമ്മളിപ്പോ സപ്പോസ് എവിടെയെങ്കിലും നിർത്തി വണ്ടി പെട്ടെന്ന് നിർത്തിയതിന് ശേഷം ഒന്ന് തല വെളിയിലോട്ടുണ്ടെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടാണ്, ബാക്കിൽ ഇരിക്കുന്ന ആളിന് ബുദ്ധിമുട്ടാണ്. ഇത്ര വരെ യൂസ് ചെയ്യുന്നുള്ളൂ. പല വണ്ടികളിലും പുറകിലേക്ക് നമുക്ക് ഒരു ബാക്ക് സീറ്റിന്റെ ഒരു ഹാഫ് വരെ പോർഷൻ വരുന്നുണ്ട്, അപ്പൊ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നും. പക്ഷെ ഇത് അങ്ങനെ തോന്നത്തില്ല, കുറച്ച് നമ്മുടെ ബ്രസയിലൊക്കെ കാണുന്ന പോലെ കുറച്ച് ചെറുതായി പോയെന്നുള്ളൊരു കാര്യം അല്ലേ? അതെ. ഓക്കെ. പിന്നെ മറ്റേ സ്റ്റോറേജ് സ്പേസുകളൊക്കെ എങ്ങനെയാണ് പ്രാക്ടിക്കാലിറ്റി വൈസ്? ബോട്ടിലൊക്കെ അതൊക്കെ പ്രോപ്പറാണ്, കറക്റ്റ് ആണ്. നമുക്ക് ബോട്ടൽ അതെ, നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇത് 4 ഡോറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതെ, ഇതിൽ പിന്നെ ബാക്കിൽ മറ്റേ ചാർജിങ് പോർഷൻ ഇതിനകത്തുണ്ട്, ബാക്കിലുണ്ട് ചാർജിങ് പോർഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ഹാൻഡ് റെസ്റ്റിനകത്ത് ഭയങ്കര ഇതാ തോന്നിയ മിസ്കംഫർട്ടാ തോന്നിയ കാര്യം ഈ ഹാൻഡ് റെസ്റ്റ് ശരിക്കും പുറകിലോട്ടായി പോയി, കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരണ്ടായിരുന്നു. ഇങ്ങനെ വെക്കുമ്പോൾ അതെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റിയറിംഗിൽ കൈ വെക്കാൻ പറ്റില്ല ഹാൻഡ് റെസ്റ്റിൽ വെച്ചിട്ട്, കണ്ടില്ല ഒരുപാട് പുറകിലോട്ടായിരിക്കുന്നത്. പക്ഷെ മറ്റേ വണ്ടിയിലാത്താണെങ്കിൽ നമുക്ക് ശരിക്കും നമ്മൾ ഹാൻഡ് റെസ്റ്റിൽ വെച്ചുകൊണ്ട് തന്നെ സ്റ്റിയറിംഗിൽ കൈ വെക്കാൻ പറ്റും. മാനുവൽ ആയോടായസ്ഥിതിക്ക്. അതെ. പിന്നെ കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളെല്ലാം അതെ ആവശ്യത്തിനുണ്ട്. ഡാഷ് ഇതെല്ലാം ഓക്കെയാണ്, ഡാഷിലൊക്കെ സ്പേസ് ഓക്കെയാണ്, ഡിക്കി ഓക്കെയാണ്. അതെ. സ്പീക്കർ ക്വാളിറ്റിയോ? സ്പീക്കർ ക്വാളിറ്റിയും കൊള്ളാം, നല്ലതാണ്. ഒന്നും പ്രശ്നമില്ല. ഓക്കെ, ഇനിയും ഇതിന്റെ കുറച്ച് നെഗറ്റീവ്സ് കൂടെ അറിയണം. അല്ല, ഇതിന്റെ നെഗറ്റീവ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, എനിക്ക് പിന്നെ പവറിന്റെ ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊരു പ്രോബ്ലം ഉണ്ട്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽ, നമുക്ക് പിന്നെ വണ്ടിയുടെ ഈ വെയിറ്റ് എഫിഷ്യൻസിയുടെ ഇതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഫ്യൂവൽ കൺസപ്ഷൻ കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞാണ് ഹാൻഡ് റെസ്റ്റ്, ഞാൻ എപ്പോഴും കുറച്ച് ഹാൻഡ് റെസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഈ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു മിസ്കംഫർട്ട് ഫീൽ ചെയ്യാറുണ്ട്, ഹാൻഡ് റെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം നമ്മള് സിംഗിൾ ഡ്രൈവ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ രണ്ട് കൈ നമ്മൾ ഒരേപോലെ പിടിച്ച് സ്റ്റിയറിംഗിൽ കൈ വെക്കേണ്ടതായിട്ട് വരും, നമുക്ക് റെസ്റ്റ് അങ്ങ് കൊടുക്കാൻ പറ്റുന്നില്ല, അതൊരു പ്രോബ്ലം ഉണ്ട്. അപ്പം പെർഫോമൻസിന്റെ കാര്യം നമുക്കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കട്ടെ, ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം, ചെറിയൊരു ഡ്രൈവ്. ഓക്കെ, സോ നമ്മളൊരു ഡ്രൈവ് എടുക്കുകയാണ്. എലിവേറ്റിന്റെ ഒരു പെർഫോമൻസ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗിയർ കുറച്ച് ടൈറ്റ് ആയിട്ട് തോന്നാറുണ്ട് ഇടയ്ക്ക്, ഉണ്ട് അങ്ങനൊരു. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഗിയർ മാറുമ്പോഴത്തേക്ക് ആക്സിലേറ്റർ നമ്മൾ കൊടുത്തിട്ട് എടുക്കുന്നത് പോലെ തോന്നുന്നു. എഞ്ചിൻ ആ ഒരു ഐവിടെക് അതിന്റെ ഒരു സ്മൂത്ത്നെസ് നല്ലതായിട്ടുണ്ടല്ലേ? അതെ. പക്ഷെ സസ്പെൻഷൻ മറ്റതാണ് സൂപ്പർ. സിട്രോൺ അത് ഒരു സംശയമില്ലാത്തായിരിക്കും. ഓക്കെ, നമുക്ക് ഈ ചാട്ടമൊന്നും അതിനകത്ത് അറിയത്തില്ല. 100% അറിയത്തില്ല. ഓക്കെ, ഇതാ എഞ്ചിന്റെ ഒരു സുഖം അറിയാനുണ്ട് കേട്ടോ. സസ്പെൻഷൻ ശരിയാ പറഞ്ഞ. നമുക്ക് കണ്ടില്ലേ ആ ബോണറ്റ് നമ്മളുമായിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടു കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഒരു 1.5 മീറ്ററിന് മേളിൽ കൂടുതലല്ലേ? അതെ, ശരിക്കും സേഫ്റ്റി ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സേഫ്റ്റി ഫീച്ചർ അതാണല്ലോ, ലെങ്തി ബോണറ്റ് ആണല്ലോ. ബോണറ്റ് ആണ്, ഇത് സ്ട്രോങ് കൂടാണ്. അതെ. ഭയങ്കര ലീനിയർ ആയിട്ടാണ് കയറുന്നത്, ഒരു പെർഫോമൻസ് ബീസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അതെ, പക്ഷെ ലീനിയർ ആയിട്ട് കയറുന്നത് നല്ലൊരു ഫീലാണ്. സോ ഒരു ഫാമിലി മാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പർപ്പസ് രീതി. ശരിക്കും ഈ വണ്ടി നമ്മള് പിന്നെ സ്പീഡിൽ ഓടിക്കാനല്ല നല്ലത്, സ്ലോയിൽ പോകാനാണ് നല്ലത്. സ്ലോയിൽ പോകാനാണ് നല്ലത്. ശരിക്കും വൈകുന്നേരം നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ 4 പേരൂടെ പോകാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ കഥയും കാര്യങ്ങളും പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അറിയത്തില്ല പോകുന്നത്, അത്രയും നല്ല സ്ലോയിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകും. ഓക്കെ, ഞാൻ 4th-ലായിരുന്നു, ഇത്രയും 20 വരെ എത്തിച്ചിട്ടും ഗിയർ ഡൗൺ ചെയ്യേണ്ടി വന്നില്ല. ലോങ് ഗിയർ ആണ് അത്യാവശ്യം അല്ലേ? അതെ. ഫസ്റ്റ് ഇട്ടൊക്കെ എടുക്കേണ്ടി വരുമോ സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ? ഇല്ല, അതൊരു ചില സമയത്ത് ഈ ഓവർടേക്ക് ചെയ്യുന്ന സമയം മാത്രമേ ഉള്ളൂ ഒരു പ്രോബ്ലം തോന്നുന്നു. ഓവർടേക്ക് ചെയ്യുമ്പോൾ സെക്കൻഡ് തേർഡ് ആക്കേണ്ടി വരും. ഓ, 6th ഒക്കെ ഇടുമ്പോ എങ്ങനെയുണ്ട്? 6th ഒക്കെ ഇട്ട് നമ്മൾ വളരെ കുറച്ചേ ഓടിച്ചിട്ടുള്ളൂ. ആ ഒരു RPM ഞാൻ ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു കിളിമാനൂർ, കൊട്ടാരക്കര ആ സൈഡ് ഒക്കെ കുറച്ച് ഓടിക്കും. അല്ലാതെ ഒരു വെഞ്ഞാറമൂടെ കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. 6th ഇടാൻ പറ്റില്ല. ഇതിന് ഓൺ ഓഫ് ഇല്ല, ഓട്ടോമാറ്റിക് ഓൺ ഓഫ് ഇല്ല. അത് 2023 ഇറങ്ങിയ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം അതില്ല എന്നറിഞ്ഞ എല്ലാവരും അതൊരു അനോയിങ് ഫീച്ചറാണ്. പക്ഷെ VS6 നോംസ് സംബന്ധിച്ച് അത് ഉണ്ടാവേണ്ടതാണ് എല്ലാ വണ്ടിയും. പക്ഷെ ഇതിനില്ല. മറ്റേനകത്തുണ്ട്, അത് എപ്പോഴും ഓഫ് ചെയ്തിടാറില്ലേ? ഇതിനങ്ങനെ ഓഫ് ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് അല്ലേ ഓഫ് ചെയ്തേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷെ ശരിക്കും അത് നല്ലത് തന്നെയാണ് കേട്ടോ. സിഗ്നലിലൊക്കെ വരുമ്പോഴത്തേക്ക് അത്രയും വണ്ടികളുടെ ഒരുമിച്ചുള്ള എമിഷൻസ് കുറയ്ക്കാം അല്ലേ? അതെ.
കയറ്റം കയറുമ്പോൾ എങ്ങനെയുണ്ട്? ഒരു ഇപ്പം ഫുൾ ലോഡിൽ യാത്ര ചെയ്തില്ലേ, ആ ഒരു കയറ്റത്തിലൊക്കെ കിട്ടുന്ന പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഇപ്പം നമ്മളൊരു കയറ്റം കയറുകയാണ്, എനിക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ അങ്ങ് മുട്ടുവാണ്, കാരണം ആ ഒരു ഫീൽ തോന്നും അല്ലേ? തോന്നും. ഫുൾ ലോഡിൽ എങ്ങനെയാ? അത് തന്നെ ഫുൾ ലോഡിലാണെങ്കിൽ അത് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ വലിപ്പം ഉള്ളതുകൊണ്ടാണ്. വണ്ടിയുടെ വലിപ്പം ഉള്ളതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഫുൾ ലോഡിലാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്കറിയാം, നമ്മൾ റെഗുലറായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ അറിയാമല്ലോ, നമുക്ക് ആ ഒരു സ്പേസ് എത്തുന്നതിന് മുമ്പേ ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ മനസ്സിലാകുമ്പോഴത്തേക്ക് നമ്മൾ ഗിയർ ഷിഫ്റ്റിംഗ് ആ പ്രോപ്പർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ പ്രശ്നം തോന്നത്തില്ല. നമ്മൾ കുറച്ച് ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞ കണക്ക് നമ്മൾ തേർഡിൽ മാറിയിട്ട് പിന്നെ സെക്കൻഡ് മാറിയിട്ട് പോകാൻ പറ്റും. കാൽക്കുലേറ്റഡ് ആയിരിക്കണം. അതെ. ഓക്കെ. സസ്പെൻഷൻ വൈസും നല്ല റോഡാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കോർണറിംഗ് സ്റ്റെബിലിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? സ്റ്റെബിലിറ്റി ഒക്കെ 100% നമ്മൾ മാർക്ക് കൊടുക്കേണ്ടത്. സ്റ്റിയറിംഗിന്റെ അതെ സ്റ്റിയറിംഗ് ആണെങ്കിൽ ചിലര് സ്റ്റിയറിംഗ് ആയതുകൊണ്ട് കുറച്ച് താഴ്ത്തി വെച്ച് ഓടിക്കാൻ കുറച്ച് കംഫർട്ട് വയ്ക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഈ ഒരു റേഞ്ചിൽ വെച്ചാണ് ഓടിക്കുന്നത്. കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ടാണ് ഓടിക്കുന്നത്. ഗിയറിന്റെ ഒരു റിവേഴ്സ് ഇടുമ്പോഴും തോന്നുമോ? റിവേഴ്സ് ഇടുമ്പോഴത്തേക്കും ഉണ്ട് ചെറുതായിട്ട്. ക്രൂസ് കൺട്രോൾ ഒന്നും വന്നിട്ടില്ല ഇത്രയും വിലയുടെ വണ്ടിയായിട്ടും. അതെ. മറ്റേതിനില്ലല്ലോ? ഇല്ല, മറ്റേതിനില്ല. പിന്നെ രാത്രിയിൽ ഓടിക്കുമ്പോൾ ഹെഡ് ലൈറ്റ് വിസിബിലിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? ഇതിൽ നല്ല വിസിബിലിറ്റിയാണ്. സിട്രോണിൽ ഭയങ്കര മോശമാണ് ലൈറ്റ് ഭയങ്കര മോശമാണ്. ഇതിൽ നല്ല വിസിബിലിറ്റിയാണ്. ഇതിന്റെ ലൈറ്റ് നല്ല ലൈറ്റാണ്, നല്ല പവറാണ്. ഓക്കെ. സിട്രോണിന്റെ ലൈറ്റ് വല്ല മാറ്റം ചെയ്യില്ല? ഒന്നും ചെയ്തില്ല. ഞാനത് ലൈറ്റ് മാറ്റാനായിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അത് വാറണ്ടിയിലാണെന്നുണ്ടെങ്കിൽ പീരീഡിലായതുകൊണ്ട് ലൈറ്റ് മാറ്റി കഴിഞ്ഞാൽ അത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വാറണ്ടി എഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അത് പ്ലഗ് ആൻഡ് പ്ലേ ലൈറ്റ്സ് ആയിരിക്കുമല്ലോ? അതെ, പ്ലഗ് ആൻഡ് പ്ലേ. എന്നാലും എഫക്ട് ചെയ്യുന്ന ലൈറ്റ് പറഞ്ഞു. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ റിവേഴ്സ് ക്യാമറ വളരെ ഇത് കുറവാണ്, ക്ലാരിറ്റി കുറവാണ്. അപ്പൊ ഞാൻ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കി, അപ്പോഴതും ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ ക്യാമറ മാത്രം മാറ്റാന്ന് വിചാരിച്ചു. അവിടെ കേബിൾ കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. കടയിൽ ഞാൻ ചോദിച്ചപ്പോൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു പ്രോബ്ലം പറഞ്ഞത് അത് വന്ന് ഇൻഷുറൻസിന്റെ പ്രോബ്ലം വരുന്ന സമയത്ത് അത് ഇഷ്യൂ വരും. നല്ലതാ അതില്ല. ഓക്കെ. സിട്രോണിന്റെ സർവീസിന് എങ്ങനെയുണ്ട്? 20,000 സെക്കൻഡ് സർവീസ് ആയെന്ന് തോന്നല്ലോ. അതെ. സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. എനിക്ക് 7,000 സംതിങ് ആയിരുന്നു. ഓക്കെ. അപ്പം രണ്ടും ഏകദേശം സെയിം റേഞ്ചിലുള്ള സർവീസ് കോസ്റ്റ് ആണ് ആവുന്നത്. അതിന് സർവീസ് ബുദ്ധിമുട്ടുകൾ വല്ലതും ഉണ്ടാകാറുണ്ടോ? ഇല്ല, സർവീസ് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം കൊണ്ടുപോയപ്പോഴത്തേക്ക് അവരവർ പറഞ്ഞു അതിന് മറ്റേ പവർ പ്ലഗ് ഒന്ന് ചേഞ്ച് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതെന്താ ഇപ്പൊ ഇത്ര 20,000 ആയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് സിസ്റ്റത്തിൽ ഇടുമ്പോഴത്തേക്ക് കാണിക്കുന്നത് പവർ പ്ലഗിന് ചെറിയ ഫെയിലിയർ ഉള്ളതുപോലെ കാണിക്കുന്നത്. അപ്പൊ അടുത്തൊരു 5,000 കിലോമീറ്റർ കഴിയുമ്പോഴെങ്കിലും കൊണ്ടുവരണം, 3,500 rupees ആവും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അതിന് വാറണ്ടി അത് വാറണ്ടിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞു. പവർ പ്ലഗ് വാറണ്ടിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് കമ്പനിക്ക്. അപ്പൊ അതിന്റെ റിപ്ലൈ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് ശരി. ഓക്കെ. അപ്പം അതൊക്കെയാണ് സിട്രോണിന്റെയും നമ്മുടെ എലിവേറ്റിന്റെയും യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അന്ന് ചോദിച്ചിരുന്നു ഇലക്ട്രിക് കാർസിന്റെ ഒരു അഭിപ്രായങ്ങളെ പറ്റി. അന്നത്തേനെക്കാട്ടിലും ഒത്തിരി മാറി. വെറും 5-6 മാസത്തെ വ്യത്യാസത്തിൽ തന്നെ എന്തുമാത്രം ഇലക്ട്രിക് വാഹനങ്ങളാണ് വന്നതെന്ന് കണ്ടു കാണുമല്ലോ. എന്താണ് ഇപ്പോഴത്തെ ഒരു അഭിപ്രായം കറന്റ്ലി ഇപ്പൊ പറയാൻ? എനിക്കും എൻ്റെ കുറേയധികം ഫ്രണ്ട്സ് ഇലക്ട്രിക്കൽ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവര് പല സന്ദർഭങ്ങളിലും ഫീൽ ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് കാണുമ്പോഴത്തേക്ക് അത് ഇനിയും കുറച്ച് നാളൂടെ പോകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ ഇടയ്ക്ക് നമ്മൾ ഇടുക്കിയിൽ പോയിരുന്നു. പുള്ളി അപ്പോൾ ടിയാഗോ EV യൂസ് ചെയ്യുന്നത്. പുള്ളിയുടെ വണ്ടിയിൽ 5 പേര് കയറി ഏകദേശം നമ്മുടെ തൊടുപുഴയിൽ നിന്ന് ഒരു 3 ഹെയർ പിൻ കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി സ്റ്റോപ്പായി. ലോഡ് കൂടുതലാണെന്നാണ് കാണിക്കുന്നത്. 5 പേരുണ്ട് ടിയാഗോയ്ക്കകത്ത്, 5 പേരുണ്ട്. പിന്നെ വഴിയിൽ ഇട്ടിട്ട് പോയി, നമ്മൾ വഴി ഇട്ടിട്ട് വേറെ വണ്ടിയിലാണ് അവർ കയറി പോയത്. അവർ വന്ന് പിന്നെ ടാറ്റക്കാർ വന്ന് വണ്ടി എടുത്തോണ്ട് പോകുമായിരുന്നു. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ സാർ ഇതൊക്കെ ഇങ്ങനെയുള്ള ഹെയർ പിൻ ഡ്രൈവുകളിലൊക്കെ മാക്സിമം 2 അല്ലെങ്കിൽ ബാക്കി 2 ബാക്കിൽ 2 കുട്ടികൾ. പറയാറില്ലല്ലോ വണ്ടി വിൽക്കാൻ നേരത്ത്. അങ്ങനെ ഉണ്ട്. അത് എന്റെ കൊളീഗിന്റെ കൂട്ടത്തിൽ വന്നപ്പോഴത്തേക്ക് സംഭവിച്ചതാണ്. അപ്പൊ EV-യിൽ പലപ്പോഴും പ്രശ്നങ്ങൾ വരാറുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് തന്നെ ഇപ്പൊ EV യൂസ് ചെയ്തോണ്ടിരുന്ന നെക്സോൺ യൂസ് ചെയ്തോണ്ടിരുന്ന പുള്ളിയുടെ കേരളത്തിലെ ഫസ്റ്റ് നെക്സോൺ EV ആണ്. ആ പുള്ളിയാണ് ഇപ്പൊ കർവ് EV എടുത്തത്. പുള്ളി ആ വണ്ടി വിശ്വാസമുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട്. അതാണ് ആ ഡിഫറൻസ്. നമ്മൾ പല രീതിയിലും ടാറ്റയുടെ നെഗറ്റീവ്സ് പറയുന്നെങ്കിലും പോസിറ്റീവ്സ് മാത്രമുള്ളവരും ഉണ്ട്. അവർക്ക് നെഗറ്റീവ്സ് ഒന്നും. പക്ഷെ ഞാൻ ആലോചിക്കുന്ന 24 lakhs കൊടുത്തിട്ട് ഒരു EV-ക്ക് അത്രയും ഒരു ലൈഫ് ഉണ്ടോ എന്നുള്ളതൊരു സംശയമുള്ള കാര്യമാണ്. ടോപ്പ് വേരിയന്റ് ആണല്ലേ? അതെ. അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് BMW-ന്റെ ഒരു ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ് വന്ന ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ BMW-ന് EV ഉണ്ടാക്കണമെന്ന് ഒരു കമ്പൽഷനും ഇല്ല. പക്ഷെ
ആസ് പെർ ഗവൺമെന്റ് റൂൾ അനുസരിച്ച് എല്ലാ കമ്പനിക്കാരും ഒരു നിശ്ചിത അളവിലുള്ള EV ചെയ്യണമെന്നുള്ള മാൻഡേറ്ററി ആണ്, അതുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ അയാളോട് ഇന്റർവ്യൂവിന് ചോദിച്ചപ്പോൾ പറഞ്ഞാണ്, അല്ലാതെ BMW ഒരിക്കലും ഇൻട്രസ്റ്റ് ഇല്ല EV ചെയ്യാൻ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിനൊരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ളതല്ലേ. ഓക്കെ, അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുറെ മഹീന്ദ്രയുടെയും പുതിയ പ്ലാറ്റ്ഫോംസിലൊക്കെ കുറെ വണ്ടികൾ വന്നു, എല്ലാ ബ്രാൻഡ്സിന്റെയും അല്ലെ, എല്ലാ ബ്രാൻഡ്സിന്റെ 25 ഒരുപാട് വണ്ടികൾ വരുന്നു. അതെ, അപ്പം അത് മാത്രമല്ല ഈ ഒരു 4 years 5 years ഇതിനും ഇപ്പൊ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 years ആണ് ഇതിന്റെ ഒരു ബാറ്ററിയുടെ പറയുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് പുതിയൊരു ബാറ്ററി വാങ്ങിക്കണമെങ്കിൽ ആൾമോസ്റ്റ് 4 to 5 lakhs rupees ആകും. അപ്പൊ പിന്നെ ഇതെങ്ങനെ ലാഭം എങ്ങനെ അവർ മാനേജ് ചെയ്യുന്നു ചോദിക്കുന്നു. ഓക്കെ, അപ്പൊ അതിന് മാത്രമുള്ള ഓട്ടോ ഉള്ളവർക്ക് ലാഭമാകും എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഏതായാലും EV-യിലോട്ട് പോകാൻ താല്പര്യമില്ല. ഓക്കെ, നമ്മുടെ മെജോറിറ്റി ഓഫ് യൂസർ എക്സ്പീരിയൻസിലെ ആളുകളോട് ചോദിക്കുമ്പോൾ ഇതാണ് അഭിപ്രായം കേൾക്കാറ്. പക്ഷേ കുറെ പേർക്ക് EV-യോട് താല്പര്യമുണ്ട്. ഇപ്പം എനിക്കും EV താല്പര്യമുള്ള ഒരാളാണ്. വിൻസർ EV പുതിയ ഫ്രണ്ട് എടുത്തെന്ന് പറയുന്നത്, അതും എങ്ങനെയുണ്ട്? ഇന്റീരിയർ എക്സ്പീരിയൻസ് ചെയ്തിരുന്നോ? ഞാൻ ആ വണ്ടി കണ്ടിട്ടില്ല. ജസ്റ്റ് പുള്ളി ഇങ്ങനെ ഇതിട്ട് സ്റ്റാറ്റസ് ഇട്ടേക്കുന്ന കണ്ടിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചതാണ്. അപ്പൊ അതിന് മുന്നേ വണ്ടി ബുക്ക് ചെയ്തിരിക്കുന്ന കാര്യം എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ പുള്ളി അടുത്ത ആഴ്ച നമ്മൾ കാണുമ്പോഴത്തേക്ക് വണ്ടി കാണിക്കാന്ന് പറഞ്ഞിരുന്നു, കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു. ഞാൻ FEM പരിചയപ്പെടുത്താം, റിവ്യൂ എടുക്കാം പുള്ളിയുടെ ലോങ് ടേം നമുക്ക് നോക്കാം. അതെ, ഓക്കെ. ഏതായാലും നല്ലൊരു എലിവേറ്റിന്റെ റിവ്യൂ നമുക്ക് കിട്ടി. അതിനോടൊപ്പം സിട്രോൺ C3യുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഒന്ന് സംസാരിച്ചു. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു, വളരെ നന്ദി. നല്ല രണ്ടാമത്തെ റിവ്യൂ, 2 വീഡിയോസ് നല്ല ആളുകൾക്ക് പല യൂസ്ഫുൾ ആവുന്ന കുറേ പോയിന്റ്സ് സഹിതമുള്ള നല്ലൊരു വീഡിയോ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിൽ നിങ്ങളുടെ അഭിപ്രായം താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും goodbye. Thank you.